ഹായ് ഗൈസ്, ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യലാണ്. നമ്മുടെ പാലക്കാട് ജില്ലയിലുള്ള ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലത്തിലേക്കുള്ള യാത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഞങ്ങൾ കോഴിക്കോട് നിന്ന് എങ്ങനെയാണ് പോയത്, എങ്ങനെയാണ് തിരിച്ചു വന്നത്, ഇനി അമ്പലത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഇതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പാലക്കാട് ജില്ലയിലുള്ള കുമ്പിടി എന്ന് പറഞ്ഞ സ്ഥലത്തായിട്ടാണ് കേട്ടോ ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ഞാൻ ഇത്രയും നേരം ഈ അമ്പലം എന്നല്ലാണ്ട് അമ്പലത്തിന്റെ പേര് പറഞ്ഞില്ലല്ലേ. പന്നിയൂർ ശ്രീ വരാഹമൂർത്തി ഭൂമി ദേവി ക്ഷേത്രം. ഞങ്ങൾ കോഴിക്കോട് 6:40 ട്രെയിൻ കയറി 8 മണിയായപ്പോൾ കുറ്റിപ്പുറത്തിറങ്ങി. കുറ്റിപ്പുറത്തുനിന്ന് ഏതാണ്ട് 7-8 കിലോമീറ്റർ ഉണ്ട് ഈ അമ്പലത്തിലേക്ക്. കുറ്റിപ്പുറം ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് കയറിയിട്ട് കുമ്പിടി ഇറങ്ങി അവിടുന്ന് ഒരു ഇത്തിരി ദൂരം ഓട്ടോയ്ക്ക് പോയി കഴിഞ്ഞാൽ അമ്പലത്തിലെത്താം. പക്ഷേ ഞങ്ങൾ കുറ്റിപ്പുറം സ്റ്റേഷനിൽ തന്നെ ഡയറക്റ്റ് ഓട്ടോ വിളിച്ച് അമ്പലത്തിലേക്ക് പോയതാണ്. ഒരു 200-250 രൂപയൊക്കെ ചാർജ് വരുള്ളൂ. പോകുന്ന വഴിക്ക് ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറി ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ പോയത്. ഞങ്ങൾ കൃത്യം 8:55 അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറിയതുകൊണ്ടാണ് കുറച്ചുകൂടി ലേറ്റ് ആയത്, അല്ലെങ്കിൽ ഇത്ര സമയമൊന്നും എടുക്കൂല. 10:30 അഭീഷ്ട സിദ്ധി പൂജയോട് കൂടിയിട്ട് അവിടെ നട അടയ്ക്കും. പിന്നെ വൈകുന്നേരം 5:30 നട തുറക്കുക. പിന്നെ അവിടുത്തെ ഒരു പ്രധാന വഴിപാടാണ് ഭൂമി ദേവിക്കുള്ള പൂജ. അതായത് നമ്മുടെ പറമ്പിലൊക്കെ മണ്ണ് കൊണ്ടുപോയിട്ട് നമുക്കത് പൂജിച്ച് വാങ്ങാം. ഭഗവാൻ മഹാവിഷ്ണുവിന്റെ ഒരു അവതാരമായ വരാഹമൂർത്തിയും പിന്നെ ഭൂമി ദേവിയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. കുറച്ച് ഉള്ളോട്ട് നല്ല തിരക്കും ബഹളവും ഒന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് ഭയങ്കര പീസ്ഫുൾ ആയിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു അമ്പലാട്ടോ ഇത്. പക്ഷെ ദിവസം ഇഷ്ടം പോലെ ആളുകൾ ഇവിടെ തൊഴാനായിട്ട് വരുന്നുണ്ട്. ഇവിടെ ക്ഷേത്രത്തിന്റെ പരിസരം തന്നെ ഭയങ്കര ശാന്തവും ഭയങ്കര ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷം എന്നൊക്കെ പറയില്ലേ, അങ്ങനെ തന്നെ എനിക്ക് തോന്നി. ഭൂമി സംബന്ധമായ എല്ലാ ക്രയവിക്രയങ്ങൾക്കും, അതായത് ഇപ്പം നമുക്കൊരു സ്ഥലം വാങ്ങിയിട്ട് അവിടെ വീട് ഉണ്ടാക്കണമെങ്കിൽ, ഇനി ഒരു സ്ഥലം വിൽക്കണമെങ്കിൽ, അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് നമുക്ക് നമ്മളെ ഭൂമിയിൽ നിന്ന് കുറച്ച് മണ്ണ് എടുത്തുകൊണ്ടൊന്ന് ഇവിടെ പൂജിച്ച് ദേവീനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവും എന്നാണ് ഇവിടുത്തെ വിശ്വാസം. അമ്പലത്തിൽ നിന്ന് ഇങ്ങനെ നമുക്ക് പൂജിച്ച് തിരിച്ചു തരുന്ന മണ്ണ് നമ്മൾ ഭൂമിയിൽ തന്നെ കൊണ്ടുപോയി നിക്ഷേപിക്കുകയും വേണം. വരാഹമൂർത്തിനെയും ഭൂമിദേവിനെയും കൂടാണ്ട് ഇവിടെ ശിവൻ, അയ്യപ്പൻ, ഭഗവതി, സുബ്രഹ്മണ്യൻ, ഗണപതി ഇവരൊക്കെ ഉപദേവതകളായിട്ട് വരുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞല്ലോ, ഭൂമി പൂജ പോലെ തന്നെ ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പൂജയാണ് അഭീഷ്ട സിദ്ധി പൂജ എന്ന് പറയുന്നത്. അത് ആഗ്രഹങ്ങൾ സഫലമാകാൻ വേണ്ടി ചെയ്യുന്നതാണ് എന്നാണ് വിശ്വാസം. ആത്മാർത്ഥമായിട്ടുള്ള ഒരു പ്രാർത്ഥനയോടെ, അതായത് നല്ലോണം വിശ്വസിച്ചൊക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആഗ്രഹങ്ങളൊക്കെ സഫലീകരിക്കുന്നതാണ് പറയപ്പെടുന്നത്. പിന്നെ ഈ 2 പൂജ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുന്ന് പ്രസാദ വിതരണം കൂടി ഉണ്ട്. അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് അവിടെ തൊട്ടടുത്തിന് ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അവിടെ കയറി ഒരു ചായയൊക്കെ കുടിച്ച സമയത്ത് ഞങ്ങൾക്ക് ഒരു ഓട്ടോ കിട്ടി സ്റ്റാൻഡിലേക്ക് പോകുന്നത്. ഞങ്ങൾ തിരിച്ച് കോഴിക്കോട്ടേക്ക് 2:45 ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ പരിപാടികളൊക്കെ നേരത്തെ കഴിഞ്ഞതുകൊണ്ട് പ്ലാൻ ഒന്ന് മാറ്റി പിടിച്ചതാ. ബസ്സിന് പോവാന്ന് വിചാരിച്ചു. ബസ്സിന് കയറിയതിനെ കൊണ്ട് തന്നെ ഞങ്ങൾ 2 മണിക്കൂറിലധികം എടുത്ത് കോഴിക്കോട് എത്താൻ. 12 മണിക്ക് ബസ് കയറി ഞങ്ങൾ ഏതാണ്ട് ഒരു 2:30 ആകുമ്പോഴത്തേക്ക് സ്റ്റാൻഡിലെത്തി. പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് നേരെ വീട്ടിലേക്ക്. അതോടുകൂടി ഈ യാത്ര കഴിഞ്ഞ്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണേ, ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ.